സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്നൊരു സ്വർഗസ്നാ പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ജെബിൻ എന്ന മകന് വേണ്ടിയിട്ട്, മെർലിൻ ചേച്ചിയുടെ മരുമകന്റെ രോഗം മാറുന്നതിന് വേണ്ടി, ഡോളിയുടെ കുടുംബത്തിന്റെ കടങ്ങൾ മാറാനായിട്ട്, അമൽ സെബാസ്റ്റ്യന് വേണ്ടിയിട്ട്, മഞ്ജുവിൻ്റെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇത്രയും പേരുടെ നിയോഗങ്ങളാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് കാഴ്ചവെക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനമാണ്. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളം ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വചനം പറയാണ്, ഇനിമേൽ ആരും എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കരുത്, എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളം ധരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധ പൗലോസ് ശ്ലീഹ നൽകുന്ന ഒരു കാര്യമാണ്. എന്താണ്? ആരും ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം പരിച്ഛേദനം ചെയ്താലും ചെയ്തില്ലെങ്കിലും പുതിയ സൃഷ്ടിയാകുക, അതാണ് ഒരു പരമപ്രധാനമായ കാര്യമെന്ന് ഈ ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മളെ വെളിപ്പെടുത്തും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറാനുള്ള ഒരു കൃപ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ കർത്താവേ, ആമുഖത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ ഔസേപിതാവിനോട് ചേർന്ന്, സകല വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ, കാലങ്ങളായി ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും വേദനയുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ സ്നേഹത്തിൻ്റെ അരൂപി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിബന്ധങ്ങളെല്ലാം മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുടുംബ സമാധാനത്തിൻ്റെയൊക്കെ ഐക്യത്തിൻ്റെയൊക്കെ അരൂപി നൽകി കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ജോലി തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങളും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.